ഒരു പെണ്ണുകാണൽ അപാരതയായാലോ? ബൈബിൾ എടുത്തോ കൂട്ടുകാരെ. ഉൽപ്പത്തിയുടെ പുസ്തകം 24 അധ്യായം 1 മുതൽ 67 വരെ വായിച്ചു തുടങ്ങിക്കോ. അബ്രഹാം പപ്പയ്ക്ക് മൂക്കിലൊക്കെ പല്ല് വന്ന് ശരിക്കും പ്രായമായിട്ടിരിക്കുകയാണേ. ഇനിയും ഇസഹാക്ക് പയ്യൻസിനെ കെട്ടിക്കാണ്ടിരുന്നാ ശരിയാവൂലെന്ന് തോന്നിയ അപ്പാപ്പൻ വീട്ടിലെ സീനിയർ സെർവന്റിനെ ബ്രോക്കർ പണി ഏൽപ്പിക്കുന്നു. ബ്രോക്കർ ഏട്ടൻ അപ്പാപ്പന് പ്രോമിസും കൊടുത്തിറങ്ങി. ഇനിയാണ് ട്വിസ്റ്റും പെണ്ണ് കാണലിന്റെ സെറ്റും. സീൻ മെസപ്പൊട്ടാമിയയിലെ കിണറ്റിൻ ചൂടാണ്. ബ്രോക്കർ ചേട്ടന്റെ പ്രാർത്ഥനയാണ് നമ്മുടെ ഫോക്കസ്. അതിങ്ങനെയായിരുന്നു: അവിടെ വെള്ളം കോരാൻ വരുന്ന സ്ത്രീകളിൽ നിന്റെ കുടം താഴ്ത്തി തരിക, ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ, ഇതാ കുടിച്ചുകൊള്ളുക, നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കും ഐസക്കിച്ചായന്റെ വുഡ്ബി. ഉൽപ്പത്തിയുടെ പുസ്തകം 24 അധ്യായം 14 വാക്യം. കർത്താവേ മിന്നിച്ചേക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ട താമസം ബ്യൂട്ടിഫുൾ ആയ റെബേക്ക ദേ എത്തുന്നു. പ്രാർത്ഥിച്ചതിന് മേലെ കാര്യങ്ങൾ കിടിലനായി നടക്കുന്നു. പിന്നെ സേവ് ദ ഡേറ്റും വെഡിങ്ങും ഒക്കെ പിടിപിടിന്നായിരുന്നു. ഇങ്ങനെ ഒരു പെണ്ണ് കാണൽ ഇൻസ്റ്റയിൽ പോലും കിട്ടൂലാട്ടോ. പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ചാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതും ദൈവം തരുന്നതും തമ്മിൽ ലിങ്ക് ഉണ്ടാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സൂപ്പറാണ്. അത് വിചാരിച്ച പോലെ ആയില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സും മുഖ്യം ബിഗിലേ. അത് പ്രാർത്ഥിച്ചും അനുഭവിച്ചും തന്നെ നേടണം. അതിനെല്ലാ ആശംസകളും നേരുന്നു. സുവിശേഷത്തിൽ കാണുന്ന സമരിയാക്കാരി സ്ത്രീ യാക്കോബിന്റെ കിണറ്റിൽ ചുവട്ടിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥനാനുഭവം, ഈശോയോടുള്ള പ്രണയം സ്വന്തമാക്കുന്നത് എന്ന് ഓർത്തു വെച്ചോട്ടോ. ഒരു വചനം പഠിച്ച് ബ്രേക്ക് എടുത്താലോ? അപ്പോൾ ലാബാനും ബത്തുവേലും പറഞ്ഞു, ഇത് കർത്താവിന്റെ ഇഷ്ടമാണ്, ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 24 അധ്യായം 50 വാക്യം.